ആവശ്യവും ആഗ്രഹവും. ആഗ്രഹങ്ങൾ ബഹുലമാണ്, ആവശ്യങ്ങൾ പരിമിതവും. ആവശ്യങ്ങളെ നിവർത്തിപ്പിക്കാൻ കഴിയും, എന്നാൽ ആഗ്രഹങ്ങളെ ഒരിക്കലും പൂർത്തീകരിക്കാൻ കഴിയില്ല. അലക്സാണ്ടർ ചക്രവർത്തി മരണാനന്തരം സ്വർഗത്തിലെത്തുന്നു. സ്വർഗത്തിലെത്തിയെങ്കിലും ചക്രവർത്തി പദവും പ്രതാപവും സമ്പത്തും മഹിമയും സ്വർണവും രത്നവുമൊന്നും അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നില്ല. സ്വർഗത്തിൻ്റെ ദ്വാരപാലകൻ ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇത്രയും ഭാരം ചുമന്ന് ഇവിടെ വന്നിരിക്കുന്നത്? അലക്സാണ്ടർ പറഞ്ഞു, എന്തു ഭാരം? ദ്വാരപാലകൻ പറഞ്ഞ ഭാരം അലക്സാണ്ടറിൻ്റെ മനസ്സിൽ കിടന്നിരുന്ന ഭാരമായിരുന്നു. ദ്വാരപാലകൻ ഒരു തുലാസെടുത്ത് അതിൻ്റെ ഒരു തട്ടിൽ ഒരു കണ്ണെടുത്ത് വെച്ചു. മറ്റേ തട്ടിൽ എല്ലാ ഭാരവും ഇറക്കി വയ്ക്കാൻ പറഞ്ഞു. അലക്സാണ്ടർ തൻ്റെ ചക്രവർത്തി പദവും രാജ്യവും സമ്പത്തും വിജയവുമെല്ലാം തുലാസിന് മറ്റേ തട്ടിൽ വെച്ചു. എന്നിട്ടും കണ്ണിരിക്കുന്ന തട്ട് താണു തന്നെ ഇരുന്നു. അവസാനം അലക്സാണ്ടർ തന്നെ തട്ടിൽ കയറിയിരുന്നു. അപ്പോഴും തട്ട് താണു തന്നെയായിരുന്നു. അലക്സാണ്ടർ അത്ഭുതം കൂറി. ദ്വാരപാലകൻ പറഞ്ഞു, തുലാസിൻ്റെ ഒരു തട്ടിൽ വെച്ചിരിക്കുന്ന കണ്ണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളുടെ പ്രതീകമാണ്. എന്തെല്ലാം നേട്ടങ്ങൾ നേടിയാലും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയില്ല. എന്നാൽ ആവശ്യങ്ങൾ വേഗം നിവർത്തിപ്പിക്കാം. ഏവർക്കും ശുഭദിനം.